ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അന്ന ഗ്രേസ് ഓസ്റ്റിനും ഭർത്താവും പ്രതികളായ വിസ തട്ടിപ്പ് കേസിൽ ഭർത്താവ് ജോൺസൺ സേവിയർ അറസ്റ്റിൽ. My name is Charlie Vine. I'm here in Calicut promoting our new university partner. University. ആരാന്ന് മനസ്സിലായോ? UK ഡയറക്റ്റ് കൊണ്ടുവന്നെയാണ് കേട്ടോ, ഹെൽത്ത് സയൻസസ് യൂണിവേഴ്സിറ്റിന്ന്. നമ്മുടെ നാട്ടിൽ കുറെ പിള്ളേർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഡിഗ്രി പഠിച്ചവർക്ക്, അതായത് BCom പഠിച്ചവരും BA പഠിച്ചവർക്കൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് പോകണമെന്നൊരു ആഗ്രഹം. കാരണം UK ഹായ് ഫ്രണ്ട്സ്, തിന്നുകൊണ്ടേയിരിക്കും. ഇനി മുതൽ തിന്നാൻ പോകുന്നത് കപ്പ ബിരിയാണി അല്ല കേട്ടാ, ഗോതമ്പുണ്ട. അത് എവിടുന്നാന്നല്ലേ? ജയിലിൽ വെച്ചിട്ട് തന്നെ 44 ലക്ഷം രൂപ തട്ടിയെടുത്ത ഒരു കേസിൽ, വിസ തട്ടിപ്പിലെ ഒരു കേസിൽ ഒന്നാം പ്രതിയാണ് നമ്മുടെ അന്നൂസ് ഫുഡ് ബ്ലോഗിലെ ഈ ഒരു അന്നു. ഈ ഒരു വീഡിയോ, അതായത് ഈ അന്നൂസിൻ്റെ ഒരു വീഡിയോ കാണാത്ത ആളുകൾ കുറവായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിലൊന്നല്ല കേട്ടോ, ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരാൾ തന്നെയാണ്. ആളുടെ ഈ ഒരൊറ്റ ഡയലോഗാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും അല്ലേ, തിന്നുകൊണ്ടേയിരിക്കും. അത് മാത്രമല്ല കേട്ടോ, ആളുടെ ഒരു കപ്പ ബിരിയാണി ഉണ്ട്, പലരും അതിൻ്റെ ഒരു ഫാൻസ് ആയിരിക്കും. ഞാനും അതേ ഈ വ്യക്തിയുടെ ഒരു കപ്പ ബിരിയാണിയുടെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ ചാനലിൽ കയറി നോക്കിയിട്ടുള്ളത്. ആ ഒരു ടൈമിൽ ഇവരുടെ ചാനലിൽ കാണുമ്പോൾ ഓക്കെ, കുഴപ്പമില്ലാത്തൊരു ചാനലാണ്, അത്യാവശ്യം ഫാമിലി വ്ളോഗേഴ്സാണ്. എന്താ പറയുക, അവരുടെ വീട്ടിലെ വിശേഷങ്ങൾ, ഹസ്ബൻഡ്, അമ്മ, ഇപ്പോൾ അവരുടെ മകളും വന്നിട്ടുണ്ട്, അപ്പോൾ മകളുടെ ആയിട്ടുള്ള വിശേഷങ്ങൾ, പിന്നെ മെയിനായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ നമുക്ക് ഇവരോട് ഒരു വിശ്വാസം തോന്നും. അങ്ങനെ നമ്മൾ ഇവരുടെ ചാനൽ കയറി കാണുന്നവരാണ്. അത്തരത്തിൽ ഇവരോട് ഒരു അമിതമായിട്ടുള്ള വിശ്വാസം കാരണം ഇപ്പോൾ ഒരു 44 ലക്ഷം രൂപ, വളരെ കുറവ്, ഒരു 1/2 കോടിയോളം വരുന്ന ഒരു തുക നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു ദമ്പതികൾ കേസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കേസിലാണ് ഇപ്പോൾ ഇവർ ഈ ഒരു അന്നു ഒന്നാം പ്രതിയായിട്ടുള്ളത്. അതായത് നമ്മളെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ പുറത്ത് രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യണമെന്ന് എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താ, അവിടെയുള്ള സാലറി അല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി പുറം രാജ്യങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സ് പഠിച്ചിട്ട് നമുക്ക് പുറത്തെവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ജോലി ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ ആഗ്രഹിച്ച ഒരു യുവതിക്കും യുവാവിനും കിട്ടിയ ഒരു പണിയാണ് കേട്ടോ ഇവരുടെ കയ്യിൽ. ആ ഒരു ന്യൂസും നമുക്ക് കാണാം. 44 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി, ഇവരെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇവർ പറഞ്ഞ് ഞാൻ വർക്ക് വിസ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാൻ നല്ലൊരു ഇതാണ്, കാരണം അവിടെ ചെന്നാൽ കൊച്ചുങ്ങളെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, പിന്നെ നിങ്ങൾക്ക് 2 പേർക്കും ജോലി ചെയ്യാം, അപ്പോൾ നല്ല പൈസ കിട്ടും എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞത്. ഞങ്ങളെ വിശ്വസിപ്പിച്ച് ഞങ്ങളെ കയ്യിൽ നിന്ന് പല തവണകളിലായിട്ടാണ് ഈ പൈസകൾ വാങ്ങിച്ചത്. GSTയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് കയ്യിൽ തന്നാൽ മതി എന്ന് പറഞ്ഞാണ് വാങ്ങിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ GST കാണിക്കണം, അതുകൊണ്ട് നിങ്ങൾക്കും കാണിക്കേണ്ടി വരും, നമുക്കും കാണിക്കേണ്ടി വരും, അതുകൊണ്ട് കയ്യിൽ തന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിൽ പൈസ എല്ലാവരെയും കയ്യിലാണ് വാങ്ങിക്കുന്നത്. എന്നെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നും പറഞ്ഞാണ് ഇവർ നമ്മളെ സമീപിക്കുന്നത്. നിങ്ങൾ ഇത്ര ലക്ഷം രൂപ തന്നാൽ മതി, വേറെ ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് വരെ അവർ എഡിറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അവർ. എന്നിട്ട് ഞങ്ങളെ ഭാഗത്തെ ഫോൾട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് വിസ കിട്ടാത്തത് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു, ഒരു ചില്ലി കാശ് പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു, ഇനി ഈ കടമില്ല എങ്ങനെ വീട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഇവർ പറഞ്ഞു, അന്ന ചേച്ചി ഒരു ഓപ്ഷൻ പറഞ്ഞു തരാം, ഹസ്ബൻഡിനെ ഓസ്ട്രേലിയ വിടാമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ പൈസ, അപ്പോൾ പറഞ്ഞു ഒത്തിരി പൈസ നിങ്ങൾ ആരെയെങ്കിലും മറിച്ച് താ, 1 മാസം കൊണ്ട് നിങ്ങൾക്ക് പോവാം, അവിടെ ചെന്ന് ജോലി ചെയ്താൽ മാസം 3 ലക്ഷം രൂപ കൂടുതൽ സാലറി കിട്ടും, അപ്പോൾ നിങ്ങൾക്ക് 2-3 മാസം കൊണ്ട് ഈ ജോലി ചെയ്ത് കടം വീട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി പൈസ, അപ്പോൾ ഞങ്ങളൊരു 6 ലക്ഷം രൂപ കൊടുത്തു. അങ്ങനെ വഴക്കായി സംസാരമായി. അപ്പോൾ പറഞ്ഞു, നീ ഇനി ഏത് പോലീസിലായാലും ശരി, ഏത് കോടതിയിൽ പോയാലും നിനക്കൊരു നയാ പൈസ ഞാൻ തരത്തില്ല. എന്തപ്പതില്ല, ഈ ലക്ഷങ്ങൾക്കും കോടികൾക്കും ഒന്നും ഒരു വില ഇല്ലാന്ന് പറയണ പോലെ, മറ്റേ അല്ലു അർജുൻ്റെ സിനിമല്ലേ പുഷ്പയില്, അതിലിങ്ങനെ കോടികളാണ് അല്ലെ, ആ ചന്ദ്രക്കടത്തിന്റെ പേരിൽ ഇങ്ങനെ കോടികളാണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ കോടികൾക്കൊന്നും ഒരു വില ഇല്ല, അല്ലെങ്കിൽ ഇത്രയും കോടി രൂപ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്, അതൊക്കെ വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഈ ആളുകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. 44 ലക്ഷം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടാണ് ഇവർ പറയുന്നത്. ഈ ഒരു 44 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് അത്രയും അവിടെയൊക്കെ പോയിട്ട് ജോലി ചെയ്യേണ്ട ഒരു ആവശ്യം എന്ന് ഞാൻ ചിന്തിക്കണം. നാട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സും കാര്യങ്ങളും ചെയ്തിട്ട് ജീവിച്ചാൽ പോരായിരുന്നല്ലോ. ഇപ്പോൾ ഇവരുടെ വർത്തമാനവും കേട്ടിട്ട് അവർ 44 ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ട്, അതും എങ്ങനെയൊന്നും ചിന്തിച്ചു നോക്കും, ഒരു സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒന്നുമില്ലാതെ ബാങ്ക് വഴിയാണ് നമ്മൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളേലും നമ്മുടെ കയ്യിലുണ്ടാവും. അതൊന്നുമല്ലാതെ ബാങ്ക് വഴി കൊടുത്താൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, ടാക്സിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് 2 കൂട്ടർക്കും ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇത്രയും പൈസ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത്. അതും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവർ വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകളെ അല്ല, ഇവർ കുടുംബക്കാരല്ല, അയൽവാസികളല്ല, ഫ്രണ്ട്സ് അല്ല, ഒന്നും തന്നെ അല്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ വീഡിയോസ് കണ്ട്, അതായത് ഇവരുടെ ഒരു കപ്പ ബിരിയാണിയുടെ ഫാനായിട്ട് മാറിയിട്ട്
പിന്നീട് ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഇവർ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടിൽ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെ പുറം രാജ്യത്ത് പോയിട്ട് അവിടെ ജോലി കിട്ടും. അതായത് 3 ലക്ഷത്തോളമാണ് അവിടുത്തെ സാലറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് പൈസ മുടക്കിയാൽ തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് നമുക്ക് ഈ പൈസ ഒക്കെ തിരിച്ചെടുക്കാം എന്നുള്ളൊരു റീൽ കണ്ടിട്ടാണ് കുറേ ആളുകൾ ഇവരുടെ ഒരു ചതിയിൽ പോയിട്ട് വീണ ആ ഒരു റീലൊന്നും നമുക്ക് കാണാം. എന്തായാലും ഒരു സായിപ്പിനൊക്കെ തന്നെ പിടിച്ചു കൊടുന്ന് പരസ്യം ചെയ്തിട്ട് അത് കുറേ ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ഒരു റീലൊന്ന് കാണാം. I'm here in Calicut promoting our new university partner, Health Science University in London, UK. I'll hand over now to my colleague from Sterling to talk more about the information of this fantastic university. ആരാന്ന് മനസ്സിലായോ? UK ഡയറക്റ്റ് കൊണ്ടുവന്നെയാണ് കേട്ടോ, ഹെൽത്ത് സയൻസസ് യൂണിവേഴ്സിറ്റിന്ന്. നമ്മുടെ നാട്ടിൽ കുറെ പിള്ളേർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഡിഗ്രി പഠിച്ചവർക്ക്, അതായത് BCom പഠിച്ചവരും BA പഠിച്ചവർക്കൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് പോകണമെന്നൊരു ആഗ്രഹം. കാരണം UK സംബന്ധിച്ച് അവിടുത്തെ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ വരുന്ന കോഴ്സാണ് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുത്തവർക്ക് മാത്രമേ പറ്റുമോ, അല്ലാത്തവർക്ക് പറ്റുമോ? നമുക്ക് ഡിഗ്രി ഏത് സ്ട്രീമിൽ എടുത്താലും ഹെൽത്ത് സയൻസസ് യൂണിവേഴ്സിറ്റി നമുക്ക് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കാം. ഈ ഒരു റീല് കണ്ടിട്ടാണ് പല ആളുകളും അവരെടുത്തേക്ക് ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് പോയിട്ടുള്ളത്. അതായത് താങ്കൾക്കും ആ ഒരു ജോലി വേണം, അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ആവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് അവരുടെ ആ ഒരു കെണിയിൽ പോയിട്ട് ചാടിയിട്ടുള്ളത് അല്ലേ? അവർ കാണുന്ന ആളുകളുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒരുപാട് പാവപ്പെട്ട വ്യൂവേഴ്സാണ് അവരുടെ ഒരു വീഡിയോസ് കാണുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളാണ്. അപ്പോൾ അവർ വിചാരിക്കുന്ന ഒരു കാര്യം, പുറത്ത് നിന്നിട്ട് ഒരു സായിപ്പൊക്കെ വന്നിട്ട് ഇവരുടെ കൂടെ പരസ്യം ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് അത്രയും വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് അത്രയും പിടിപാടുണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിൽ പൈസ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എന്തായാലും താങ്കൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. ഞങ്ങൾക്കൊന്ന് ഫിനാൻഷ്യലി നമുക്കൊന്ന് സെറ്റിൽ ആവാൻ പറ്റും. അപ്പോൾ കുറച്ച് പൈസ ഇവർ ചോദിക്കുന്ന പൈസ കൊടുത്താലും നമുക്ക് എന്തെങ്കിലും ആയി തീരാം, അല്ലെങ്കിൽ നമുക്ക് എത്രയും വേണ്ടി നമ്മൾ കൊടുത്ത പൈസ അങ്ങനെ 2-3 ലക്ഷം രൂപ മാസം സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ കൊടുത്ത പൈസയിലും കൂടുതൽ നമുക്കത് തിരിച്ചു കിട്ടും. അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയിലാണ് പല ആളുകളും ഇവരുടെ ഒരു കെണിയിൽ പോയിട്ട് വീണിട്ടുള്ളത്. ഇപ്പം എന്തായാലും നമ്മുടെ ഒരു അന്നോ 1ാം പ്രതിയാണ് കേട്ടോ, ഹസ്ബൻഡും ഉണ്ട്, കൂട്ടുപ്രതിയാണ്. ഇപ്പോൾ ഇവർക്കെതിരെ അത്രയും വലിയൊരു തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവരിതിന് ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഹായ്, രാവിലെ മുതലുള്ള വീഡിയോ കഴിയാത്ത ഭയങ്കര കമന്റാണ്, ചേച്ചിന് ജയിലിൽ പോയി തിന്നോണ്ടിരിക്കും. ഞാൻ എവിടെയും പോയിട്ടില്ല, ഒരു ഒഴിവിനും പോയിട്ടില്ല, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഇത് നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളോട് അയ്യോ അതങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയൊന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ എന്നെ വിശ്വസിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരോട് എനിക്കൊരു വാക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 26 ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിൻ ചെയ്തിരുന്നുണ്ട്. എല്ലാവരും എന്നെ സുഖത്തിൽ ആ വീഡിയോ പോയി കാണുക. ഒരു ചതിയുടെ കാര്യം മെൻഷൻ ചെയ്തുകൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമാണിതെല്ലാം. പിന്നെ മറ്റൊരു സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫാമിലി വ്ലോഗറാണ്. അതിനകത്ത് എൻ്റെ അമ്മയുണ്ട്, എൻ്റെ മകളുണ്ട്, എൻ്റെ കൂടപ്പുറപ്പുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്. ഒരിക്കലും എൻ്റെ അത്രയും വലിയൊരു സെൻസിറ്റീവ് പാർട്ടാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. അവരെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഒരിക്കലും ഒരു തട്ടിപ്പ് നടത്തുകയോ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയോട് മറ്റുള്ളവർക്ക് ദ്രോഹം നടത്താൻ ആഗ്രഹിച്ച് ഞാൻ ഒന്നും ചെയ്യുകയുമില്ല. അത് മാത്രം ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നു. പിന്നെ ഈ ഒരു FIR ഒക്കെ വീണ സമയത്ത് കുറച്ച് വീഡിയോ ചെയ്ത് കൊടുത്തതിന്റെ ഭാഗമായിട്ട് വന്ന FIR-കളാണ്. എന്താണ് അതിന് ഇപ്പം എനിക്ക് കൂടുതൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റില്ല. പക്ഷെ അന്വേഷണം വന്ന ആ നാള് തൊട്ട് എന്നെല്ലാം എന്നെ സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്. അവിടെ എപ്പോഴും ഞാൻ പോയി സഹകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അവിചാരിതമായിട്ടാണ് ഒരു കാര്യത്തിലും പെടാതെ എന്റെ ഹസ്ബൻഡിനെ ഇന്നലെ പോലീസ് കൊണ്ടുപോകുന്നതും പിന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നതുമല്ല. പക്ഷെ ഞാൻ ഇവിടെ ഒഴിവിൽ പോയിട്ടുള്ള ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് ഉണ്ട തിന്നേണ്ടി വന്നാൽ അവിടെ ഞാൻ പോയി തിന്നുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പേടി എനിക്കില്ല. കാരണം എന്തായാലും പറയാം, നമുക്ക് തെറ്റ് ചെയ്യാത്ത ഓവർ കോൺഫിഡൻസ് ആണ്. ഈ ഓവർ കോൺഫിഡൻസ് ആണ് ഇന്ന് എന്റെ ഹസ്ബൻഡ് അങ്ങനെ ആവാനുള്ള കാരണം. നമ്മുടെ ഓവർ കോൺഫിഡൻസ് ആണ്. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, അവിടെ നമുക്ക് ഒന്നും വരില്ലാന്നുള്ള വിശ്വാസം. ഓക്കെ, തെറ്റ് അവരിപ്പോഴും തിന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു മൂഡിലാണ് കേട്ടോ. അപ്പോൾ പല ആളുകളും പറഞ്ഞതൊരു കാര്യമാണ്, ഇവർ കേക്ക് പേടിച്ചിട്ട് ഒളിവിലാണ്, ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ എന്താ പറയുക, അതൊന്നും ഇല്ലാത്ത കാര്യമാണ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്, ഇപ്പോഴും തിന്നുകൊണ്ടിരിക്കും എന്നുള്ള വ്ളോഗിലാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിപ്പോൾ ഈ കാര്യം പറയുന്നത്. ഞാൻ ഒരിക്കലും ഒളിവിൽ പോയിട്ടില്ല, ആരും പറ്റിച്ചിട്ടില്ല, ഞാൻ ഫാമിലിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ ആ ഒരു ഫാമിലിയോടുള്ള വിശ്വാസം കൊണ്ട്, അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസ് തന്നെയാണ് ഈ ഒരു ചതിയിൽ വന്ന് പെട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾ അവരെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ കിട്ടിയേ പറ്റൂ. കാരണം സാധാരണ ജനങ്ങളെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസിൻ്റെ വീഡിയോസ് കണ്ടിട്ട് പറ്റിക്കപ്പെടുന്ന ജനങ്ങളെ പറഞ്ഞാൽ മതി. ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇത്തരത്തിലുള്ള ഓൺലൈൻകാരുടെ ഒരു വീഡിയോസും കണ്ടിട്ട് നമ്മുടെ പൈസ കൊടുക്കാതിരിക്കുക. എന്താ പറയുക, മിക്കവാറും ഇതൊക്കെ തട്ടിപ്പ് തന്നെയായിരിക്കും. നമുക്ക് അറിയുന്ന ഏജൻസികൾ വഴി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം മുന്നോട്ട് ചെയ്യാല്ലാതെ ഇത്തരത്തിലുള്ള ഓൺലൈൻകാരെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം നമ്മൾ ഈ ഒരു 1-2 മിനിറ്റ് വീഡിയോയിൽ മാത്രമാണ് നമ്മൾ ഇവരെ കാണുന്നുള്ളൂ. അതായിരിക്കണം ഇവരുടെ റിയൽ ഫേസ് എന്നില്ല. ഇപ്പം നമ്മൾ ഏതൊരു ഇൻഫ്ലുവൻസിനെ എടുത്തു നോക്കിയാലും അവർ ഈ 1-2 മിനിറ്റിലുള്ള വീഡിയോ അല്ലെങ്കിൽ റീൽസ് ഇത് കണ്ടിട്ട് ഇതാണ് അവരുടെ ലൈഫ്, അല്ലെങ്കിൽ ഇന്ന പോലെയാണ് അവരുടെ ലൈഫ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഓഡിയൻസ് ആയിട്ടുള്ള സാധാരണ ജനങ്ങളായ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ വിഡ്ഢികൾ. അത് നമ്മൾ ഇനിയും മനസ്സിലാക്കുന്നില്ല.
ഓൺലൈൻ തട്ടിപ്പ് നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള അല്ലെ ഓൺലൈൻ തട്ടിപ്പുകളുടെ ഓരോ വാർത്തകൾ ദിനം പ്രതി കേൾക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ തന്നെ അതിൽ പോയി വീഴുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, 44 ലക്ഷം രൂപ കൊടുത്ത ആ വീട്ടുകാർ തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം ഇത്രയും ഒരു പൈസ നമ്മൾ ഒരു എന്താ പറയുക മുൻപരിചയമില്ലാത്ത ഒരാളെ അത് ഒരു രേഖ പോലും ഇല്ലാതെ കൊടുത്ത നിങ്ങളെ തന്നെയാണ് കുറ്റം പറയേണ്ടത്. കാരണം നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് ചെറിയ തുക ഒന്നല്ല, 4000-ഓ 40,000-ഓ ഒന്നല്ല, 4 ലക്ഷമോ പോലെയല്ല. 44 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക്. അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എത്രമാത്രം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് കടം മേടിച്ച പൈസ ആവും. ഇതൊക്കെ കൊടുത്തിട്ട് ഒരു രേഖ പോലും ഇല്ലാതൊക്കെ പറയുമ്പോൾ എന്താ പറയുക അല്ലേ, നിങ്ങളെ തന്നെയാണ് ഈ കേൾക്കുന്ന ആളുകൾ കുറ്റം പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ പോയി പരമാവധി നിങ്ങൾ ചാടാതിരിക്കുക. കാരണം ഇത്തരത്തിലുള്ള കാണുന്നതൊന്നും റിയൽ ആയിരിക്കില്ല. നമ്മൾ 1-2 മിനിറ്റ് വീഡിയോയിൽ കാണുന്നതേ ആയിരിക്കില്ല ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്രയും അറിയുന്ന ആളുകളാണെങ്കിൽ മാത്രം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിക്കാം. അല്ലാതെ ഇത്തരത്തിലൊക്കെ ചതിയിൽ പോയി വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്.